പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം തുടർന്ന് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ക്ഷമയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവാചകനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ. ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചാൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ബൈബിളിൽ. ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ഒരു അധ്യായമാണ് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ഈ 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരേക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കുവാൻ രാജാവ് ആലോചിച്ചു. ഇവിടെ ഒന്ന് രാജാവിൻ്റെ ആലോചനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന് ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്. അത്ഭുതകരമായ ദൈവിക ചൈതന്യമുണ്ടായിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക ചൈതന്യമുള്ള ഒരു മനുഷ്യന്, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം, ആ ഫലം ഈ ദാനിയേലിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടാണ് ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്, പരിശുദ്ധാത്മാവിന് പറയുന്നതും ചൈതന്യം എന്നാണ്. ദൈവിക ചൈതന്യം, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരേക്കാൾ, പ്രധാന ദേശാധിപന്മാരേക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. ഓരോ ദേശത്തിനും രാജാവ് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്തിൻ്റെ അധിപനേക്കായാലും രാജകൊട്ടാരത്തിലെ മറ്റുള്ള എല്ലാ ശ്രേഷ്ഠന്മാരെക്കായാലും ചൈതന്യമുണ്ടായിരുന്നു. ആ വചനം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ദൈവിക ചൈതന്യമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ തിരുവചനം വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മുകളിൽ അന്ധകാരം നിറഞ്ഞു നിന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അതിനു മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ദൈവിക ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ, ഇവിടെ ഒരു മനുഷ്യൻ, ദാനിയേൽ എന്ന വ്യക്തി, ദൈവിക ചൈതന്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ തന്നെയായിരുന്നു, ജ്വലിച്ചവനായിരുന്നു. ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാ ശ്രേഷ്ഠന്മാരെക്കാളും ദേശാധിപതികളെക്കാളും ശ്രേഷ്ഠനായി തീരുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാൽ ആ ദൈവിക ചൈതന്യം ഓരോ വ്യക്തികളിലും നിറയും. ആ ദൈവിക ചൈതന്യം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള വലിയ വലിയ കോടീശ്വരന്മാരെക്കായാലും, സമൂഹം എന്ന ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഉന്നതന്മാരെക്കായാലുമെല്ലാം ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ ഉടമയായി നാം ഓരോരുത്തരും മാറ്റപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു ചൈതന്യമാണ്. ഇവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ ദാനിയേലിൻ്റെ ജീവിതത്തിലേക്ക് ആ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നു. ആ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന വ്യക്തിയായി നിയമിക്കുവാൻ രാജാവ് ആലോചിക്കുകയാണ്. രാജാവ് ഇങ്ങനെ ആലോചിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ ദാനിയേലിനോടുള്ള അസൂയ മുഖാന്തരം മറ്റുള്ളവരെല്ലാം കൂടി ഈ ദാനിയേലിൻ്റെ മുകളിൽ
രാജ്യദ്രോഹക്കുറ്റം ചുമത്തി രാജാവിൻ്റെ മുമ്പിൽ ഇവനെ ഏൽപ്പിച്ചു കൊടുത്ത് ഇവനെ ഇല്ലായ്മ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള കുറ്റാരോപണം നടത്തി വായടപ്പിക്കുവാനും സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യിപ്പിക്കുവാനും കുടുംബത്തിലുള്ളവരുടെ മുമ്പിലൊക്കെ മോശക്കാരനായി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്ന അനേകം വ്യക്തികളുടെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ വ്യക്തിയാണ് എങ്കിൽ ഈ പറയപ്പെട്ട ദാനിയേലിനെ ദൈവം ഉയർത്തിയതുപോലെ തന്നെ ഈ പറയപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും ഉയർത്തുവാൻ അവിടുത്തെ ആത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. ആ ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയുമ്പോഴാണ് ഈ ദേശാധിപതികളെല്ലാം, മറ്റ് ദേശാധിപതികളും അതുപോലെ തന്നെ രാജകൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാരെല്ലാം അസൂയപ്പെട്ടുകൊണ്ട് രാജ്യദ്രോഹം വരെ ചുമത്തിയപ്പോഴും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പറയപ്പെട്ട ദാനിയേലിന് ഇവയെല്ലാം അതിജീവിക്കാൻ പറ്റി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ ദേശത്തും നമ്മുടെ ഇടവകയിലും നമ്മുടെ ആത്മീയമായ ജീവിതത്തിലുമെല്ലാം അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിലെല്ലാം ദൈവിക ചൈതന്യം ഉള്ള വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുവാനും അവർക്കെതിരെ കരമുയർത്തുവാനും നാവുയർത്തുവാനും അനേകം വ്യക്തികൾ രംഗത്ത് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് സഭയുടെ ആദിമ ചരിത്രം മുതൽ നമ്മൾ നോക്കിയാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ ദൈവത്തിൻ്റെ ചൈതന്യം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അവരോട് ക്ഷമിച്ച് ദൈവസ്നേഹ അനുഭവത്തിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ട ദാനിയേലിനെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞവനായിരുന്നല്ലോ. കർത്താവെ, മാമോദിസ എന്ന കുദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഞങ്ങളും ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞവരാണല്ലോ. ആ ദൈവിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ക്ഷമ ഞങ്ങളിൽ വളരുവാനും ആ ക്ഷമയിൽ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.